ഈ ലോകത്തെ പ്രതിസന്ധികളുടെ പേമാരി വർഷിച്ചിട്ടുള്ള ആരെല്ലാമുണ്ട് അവർക്ക് അല്ലാഹു പ്രതിഫലം കൊടുത്തിട്ടല്ലാതെ ഈ ലോകത്ത് നിന്ന് അല്ലാഹു വിട പറയിച്ചിട്ടില്ല. ഓർക്കണേ എന്റെ പ്രിയപ്പെട്ടവരെ, അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിന് പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ വിശുദ്ധമായ ഖുർആനിൽ ഒരു പേരെടുത്ത് പറഞ്ഞ പ്രവാചകനുണ്ട്. 25ഓളം പ്രവാചകന്മാർ വിശുദ്ധമായ ഖുർആനിൽ പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഇബ്രാഹിം شعيب هارون وموسى واليسار ذو الكفل داود سليمان التبار إلياس يونس زكريا يحيى عيسى وطه خاتم الأنبياء. ഈ പറഞ്ഞ 25 പ്രവാചകന്മാര് വിശുദ്ധമായ ഖുർആനിലുണ്ടല്ലോ. അല്ലാഹുവിന്റെ കലാമിന് പേരെടുത്ത് പറഞ്ഞിട്ടുണ്ട്. അതിൽ അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ കുറിച്ച് വിശുദ്ധമായ ഖുർആൻ പരിചയപ്പെടുത്തിയിരുന്നല്ലോ. നിഅമൽ അബ്ദു ഇന്നഹു അല്ലാഹ്, നിഅമൽ അബ്ദു ഇന്നഹു അല്ലാഹ്. അടിമകളുടെ കൂട്ടത്തിൽ അല്ലാഹുവിന് ഇഷ്ടമുള്ള അടിമയാരെന്നറിയോ, നന്ദിയുള്ള അടിമയാരെന്നറിയോ, അത് അയ്യൂബ് നബി അലൈഹിസ്സലാമാണെന്ന് വിശുദ്ധമായ ഖുർആനിൽ പറയാനുള്ള കാരണമെന്നറിയോ. ഏറ്റവും വലിയ രോഗം കൊടുത്ത പ്രതിസന്ധിയുടെ പേമാരി വർഷിച്ചപ്പോഴും അല്ലാഹുവിനോട് പറഞ്ഞു, രോഗം മാറ്റി തരണമെന്നല്ല പറഞ്ഞത്. വലിയ വലിയ രോഗങ്ങൾ കൊടുത്ത പ്രതിസന്ധികൾ അനുഭവിച്ചു പടച്ചവനെ വല്ലാത്ത വേദനയാണ്, വല്ലാത്ത പ്രയാസമാണ്. അല്ലാഹുവേ പടച്ചവനെ, അയ്യൂബ് നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് പറയുകയാ, രോഗം മൂർച്ഛിച്ച് വല്ലാത്ത വേദനയിലായപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം കരഞ്ഞുകൊണ്ട് അല്ലാഹുവിനോട് പറയുകയാ, എവിടെ രോഗം വന്നാലും പടച്ചവനെ, എവിടെ രോഗം വന്നാലും പടച്ചവനെ, നാവിന് രോഗം തരല്ലേ പടച്ചവനെ, നാവിന് രോഗം തരല്ലേ പടച്ചവനെ. അപ്പൊ ചോദിച്ചു, അല്ലാഹു റഹീമുദാനം ചോദിച്ചു, അയ്യൂബേ എന്തുകൊണ്ട് നീ ദുആ ചെയ്തില്ല? രോഗം മാറ്റി തരണേ എന്ന് എന്നോട് എന്തുകൊണ്ട് നീ പറഞ്ഞില്ലോ? ഈ നാവിന് രോഗം മാറ്റണേ, നാവിന് രോഗം തരല്ലേ എന്ന് എന്തുകൊണ്ട് നീ പറഞ്ഞു എന്ന് പറഞ്ഞപ്പോ അയ്യൂബ് നബി അലൈഹിസ്സലാം പറയുകയാ, പടച്ചവനെ, ഇത് ദിക്ർ ചൊല്ലുന്ന നാവല്ലേ, ഇത് ഖുർആൻ ഓതുന്ന നാവല്ലേ, ഇത് നിനക്ക് തസ്ബീഹ് ചൊല്ലുന്ന നാവല്ലേ, ഇത് നിനക്ക് തസ്ബീഹും സ്വലാത്തും ചൊല്ലുന്ന നാവല്ലേ, ഇത് ഖുർആൻ ഓതുന്ന നാവല്ലേ. ഈ നാവ് കുഴുത്തുമാറിയ, ഈ നാവിന് രോഗം ബാധിച്ച, ഈ നാവിന് പ്രതിസന്ധി അനുഭവിച്ച പടച്ചവനെ, നിനക്കെങ്ങനെ ഞാൻ തസ്ബീഹ് ചൊല്ലു, നിനക്കെങ്ങനെ ഞാൻ ദിക്ർ ചൊല്ലു, നിനക്കെങ്ങനെ ഞാൻ ഖുർആൻ ഓതുമല്ലോ എന്ന് പറഞ്ഞ് അല്ലാഹുവിനോട് രോഗങ്ങൾ മാറാൻ ദുആ ചെയ്തില്ല. എന്നിട്ട് അയ്യൂബ് നബി പറഞ്ഞു, പടച്ചവനെ, രോഗം വരുന്നത് നീയാണല്ലോ അല്ലാഹ്. ഈ രോഗം എനിക്ക് ഇരിക്കുമ്പോ പടച്ചവനെ, ഞാൻ വേദന തിന്നുമ്പോ, ഞാൻ പ്രതിസന്ധി അനുഭവിക്കുമ്പോ എന്റെ പാപമോചനത്തിന് കാരണമാകുമല്ലോ അല്ലാഹ്. ഈ അപരങ്ങൾ എനിക്ക് വേണ്ടി തൗബ ചെയ്യുമല്ലോ അല്ലാഹ്. പടച്ചവനെ, കിഡ്നി രോഗം അനുഭവിക്കുന്നവരെ ഇതൊരു പാപമാണ്. പടച്ചവനെ, എത്ര രോഗങ്ങളാണ്, കീമോ ചെയ്യുന്ന എത്ര ആളുകളാണ്, കിഡ്നി മാറ്റിവെച്ച് ഡയാലിസിസ് ചെയ്യുന്നവർ എത്ര പേരാണ്, വേദന എടുത്തുകൊണ്ട് പ്രയാസം അനുഭവിച്ചുകൊണ്ട് വീട്ടിലേക്ക് വരുന്നവര്. നിങ്ങൾ പ്രതിസന്ധികളിലായി അല്ലാഹുവിനെ മറികടന്ന് സംസാരിച്ചു പോകരുത്. പടച്ചവനെ, തന്ന പരീക്ഷണത്തിൽ എനിക്ക് തന്നല്ലേ എന്ന് വിഷമിച്ചു പോകരുത്. അതിന്റെ പേരിൽ എത്ര വേദന നിന്നാൽ, എത്ര നൊമ്പരങ്ങൾ നിങ്ങൾ സഹിച്ചാൽ, അതിന്റെ പേരിൽ വേദനകൾ കടിച്ചമർത്തി കണ്ണീരൊലിക്കേണ്ടി വന്നാൽ നിങ്ങളോട് പറയട്ടെ, അത് നിങ്ങളുടെ പാപമോചനത്തിന്റെ കാരണമാണ്. നിങ്ങളുടെ പാപങ്ങൾക്ക് അല്ലാഹു തൗബയായി
രോഗങ്ങളെ അള്ളാഹു സംവിധാനിച്ച് വെച്ചിരിക്കുകയാ. അള്ളാഹുവേ പടച്ചവനെ അങ്ങനെ രോഗങ്ങളിലായി കഴിയുന്ന ആളുകൾക്ക് അള്ളാഹുവേ എത്രയും പെട്ടെന്ന് ശിഫ